എൻ്റെ പേര് ജോമോൾ. ഞാൻ പറവൂരിൽ നിന്ന് വരുന്നു. ആദ്യമേ തന്നെ അമ്മ മാതാവിനും ഈശോയോട് ഞാൻ നന്ദി പറയണേണ്. ഞാൻ ആദ്യമായിട്ട് എക്സാം എഴുതുന്നത് സെപ്റ്റംബറിലായിരുന്നു. ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനിക്ക് പോകാനായിട്ട് ഇപ്പം നിൽക്കുക. 3 വർഷത്തോളം എടുത്തു എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാമായിട്ട് കഴിയാനായിട്ട്. ഞാൻ ആദ്യമായിട്ട് എക്സാം എഴുതുന്നത് സെപ്റ്റംബറിലായിരുന്നു. എക്സാം എഴുതി കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് റിസൾട്ട് വരുന്നത്. പക്ഷേ ഞാൻ ആ എക്സാമിന് തോറ്റുപോയായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മ മാതാവേ, എനിക്ക് എങ്ങനെയെങ്കിലും ഇനി എഴുതാൻ പോകുന്ന എക്സാം പാസ്സാക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ എന്നിട്ട് ഫെബ്രുവരിയിൽ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ വന്ന് എക്സാം എഴുതിയപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലിയും എല്ലാം ഞാൻ പ്രാർത്ഥിച്ച് കയ്യിൽ മാതാവിൻ്റെ കാശ് രൂപവും കൊണ്ടുപോയിട്ടാണ് എക്സാം എഴുതിയത്. 2 മൊഡ്യൂളെങ്കിലും എനിക്ക് പാസ്സായി കിട്ടണമേ എന്ന് ഞാൻ നന്നായി പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങൾക്ക് B2 എക്സാമിന് 4 മൊഡ്യൂളാണ് ഉള്ളത്. അതിൽ 2 മൊഡ്യൂൾ മാതാവ് എന്നെ പാസ്സാക്കി അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അപ്പോൾ തന്നെ ബാക്കി 2 മൊഡ്യൂളും പിന്നെയും എഴുതാനായിട്ട് പറ്റിയില്ല. കുറച്ച് ഗ്യാപ്പ് വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ ബാക്കി 2 മൊഡ്യൂൾ എഴുതാനായിട്ട് പോകുന്നത്. അത് 2 മൊഡ്യൂളും എഴുതി. ആ 2 മൊഡ്യൂളും എനിക്ക് പാസ്സാകാനായിട്ടുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ സമയമായപ്പോഴേക്കും പിന്നെയും ഒരുപാട് ഡിലേ വരികയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പം ഞാൻ 2 പ്രാവശ്യം ഓൾറെഡി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും കിട്ടാണ്ടായപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്താണ് മാതാവ്, എനിക്ക് മാത്രം ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്? കുറേ പിള്ളേർ പോയി, അതേപോലെ എൻ്റെ കൂടെ വേറെ 2 പിള്ളേരുണ്ട്, അവർക്കും കിട്ടണില്ല. അപ്പം ഞാൻ വളരെ വിഷമത്തോടെ മാതാവിനോട് പറഞ്ഞു, മാതാവ് എങ്ങനെയെങ്കിലും എനിക്കിതൊക്കെ ഒന്ന് ശരിയാക്കിത്താ. എൻ്റെ വീട്ടുകാർക്കാണെങ്കിലും ഒരുപാട് വിഷമമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ട്വിൻസാണ്. അവൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയ ടൈമിലായിരുന്നു ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യണത്. എന്നിട്ടും എൻ്റെ ഒന്നും ആകാണ്ടായപ്പോഴേക്കും എൻ്റെ വീട്ടുകാർക്ക് വളരെയധികം വിഷമമാവുകയും അവരും പറഞ്ഞു തുടങ്ങി, ഇത് നിർത്താം, ഇനി ഇതിലേക്ക് പോകണ്ട, ഈ എക്സാമും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേണ്ട, അങ്ങനെയൊക്കെ അവർ പറഞ്ഞെങ്കിൽ ഞാനിതിൽ ഉറച്ചു നിന്നു. എൻ്റെ മാതാവിനെ കൈവിടില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ച് തന്നെ ഞാൻ നിന്നു. അത് കഴിഞ്ഞ് 3-ാം പ്രാവശ്യം ഞാൻ എൻ്റെ വീട്ടിലിരുന്നുകൊണ്ടായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണ സമയത്ത് ഞാൻ ഉടമ്പടി തൈലം എൻ്റെ ഫോണിലും നാവിലും പൂശയും അതേമാതിരി ഉടമ്പടി ഉപ്പ് ഞാൻ എൻ്റെ ചുറ്റിനും ഇട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ടായിരുന്നു അന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവ് എനിക്ക് ഇൻ്റർവ്യൂ എങ്ങനെയെങ്കിലും തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാനിരുന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്ക് അന്ന് ഡിസംബർ 25-ാം തീയതി രാത്രി, അതായത് ക്രിസ്മസിൻ്റെ അന്ന് വൈകിട്ട് എനിക്ക് എൻ്റെ കോൺട്രാക്റ്റ് വന്നു. എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഏജൻസി എന്നെ വിളിക്കുകയും എനിക്ക് അന്ന് തന്നെ എൻ്റെ കോൺട്രാക്റ്റ് വരികയും ചെയ്തു. ഞാനതിപ്പോഴും വിശ്വസിക്കുന്നു, എൻ്റെ മാതാവ് എനിക്കതൊരു ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് തന്നതാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കണേണ്. അങ്ങനെ എനിക്ക് വളരെ ഒരു അനുഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു അത് എനിക്ക് ലഭിച്ചത്. അത് കഴിഞ്ഞുകൊണ്ടും പിന്നെ എനിക്ക് വിസക്ക് ഞാൻ വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സത്യത്തിൽ പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ ഭയങ്കരമായിട്ട് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ, എങ്ങനെ ഓരോ കാര്യത്തിനും പൈസ ആവശ്യമാണ്. ഞങ്ങൾക്ക് അറിഞ്ഞൂടെ എങ്ങനെ പൈസ ഉണ്ടാക്കും, എന്ത് ചെയ്യും, ആര് സഹായിക്കും, ആരോട് ചോദിക്കും, ഒന്നും അറിഞ്ഞൂടെ. ഞാൻ എന്നാലും മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട്, എൻ്റെ മാതാവേ എനിക്ക് ഒന്നുമില്ല എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലൊന്നുമില്ല, എനിക്ക് മാതാവല്ലാണ്ട് വേറെ ആരുമില്ല സഹായം ചോദിക്കാനായിട്ട്, എങ്ങനെയെങ്കിലും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ മാതാവ് ഓരോ പ്രാവശ്യവും ഓരോ ആവശ്യത്തിന് സമയത്തും അറിഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ എനിക്ക് വിസയുടെ സമയത്ത് VFSന് ഡേറ്റ് കിട്ടിയത് ഫെബ്രുവരി 12-ാം തീയതി ആയിരുന്നു. ഫെബ്രുവരി 12-ാം തീയതി ഹർത്താലായിരുന്നു. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അന്ന് എന്ത് ചെയ്യും, എങ്ങനെ പോകും, ഒരുപാട് പ്രതിസന്ധികൾ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും, എങ്ങനെയെങ്കിലും എല്ലാം ശരിയാക്കി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതേമാതിരി ഞാൻ ഡിസംബറിൽ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് മാതാവിനോട് പറഞ്ഞു, എനിക്കും എൻ്റെ കൂട്ടുകാരായ അലീനക്കും അപർണക്കും ഞങ്ങൾക്ക് 3 പേർക്കും 2026 ഏപ്രിൽ എന്നൊരു മാസം ഉണ്ടെങ്കിൽ അന്ന് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ ഒരു മാസത്തിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും ജർമ്മനിയിലേക്ക് എത്താനുള്ള എല്ലാവിധത്തിലുള്ള അനുഗ്രഹവും തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടിയിൽ അത് എഴുതുകയും ചെയ്തു, പുതുക്കണ സമയത്ത് എഴുതുകയും ചെയ്തു. അങ്ങനെ ഡിസംബർ 18-ാം തീയതി ഞാൻ വന്ന് പുതുക്കി. അത് കഴിഞ്ഞ് ഡിസംബർ 20-ാം തീയതി എൻ്റെ ഒരു കൂട്ടുകാരത്തി അപർണ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരത്തി ജർമ്മനിയിലേക്ക് പോവുകയുണ്ടായി. അത് കഴിഞ്ഞുകൊണ്ടും ഞാൻ പിന്നെയും ഫെബ്രുവരി 12-ാം തീയതി VFSൽ ഞാൻ ചെന്നു, എല്ലാം ശരിയായി. അതേമാതിരി എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും വിസ കിട്ടി, എനിക്ക് മാത്രം വിസ വന്നിട്ടില്ല. അതേപോലെ എൻ്റെ വിസക്ക് വെച്ച പിള്ളേർക്ക് വരെയും വിസ വന്നു, എനിക്ക് മാത്രം വന്നില്ല. ഞാൻ ഒരുപാട് വിഷമിച്ചു, ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ വിഷമിക്കാൻ പോകുന്നത് അവരായിരിക്കുള്ളൂ.
എൻ്റെ അമ്മ മാതാവിനോടും എനിക്കും മാത്രം അറിയണ ഒരു കാര്യം, ഞാൻ ഒരുപാട് കാര്യം എൻ്റെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മ മാതാവ് എങ്ങനെയെങ്കിലും വിസ വരുത്തണേ, എങ്ങനെയെങ്കിലും ഒന്ന് അടിച്ചു വരണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ 1 ഇയർ കഴിയാറായിരുന്നു. എൻ്റെ എക്സാം വാലിഡിറ്റി 1 ഇയർ കഴിയാറായിരുന്നു. ഞാൻ ഒരുപാട് പേടിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് റിജക്ഷൻ വന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവ് എങ്ങനെയെങ്കിലും എനിക്ക് ഇതൊന്ന് ശരിയാക്കി തരണേ, വിസ വരണേ, എങ്ങനെയെങ്കിലും ഒന്ന് വരണേ എന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് എൻ്റെ അമ്മ മാതാവ് മാർച്ച് 29 എനിക്ക് വിസ തന്ന് അത് കഴിഞ്ഞുകൊണ്ടും ടിക്കറ്റ് എടുക്കാനായിട്ടും എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുക്കാനും സാധിച്ചു. അങ്ങനെ ഞാൻ ഈ ഏപ്രിൽ 13 ജർമ്മനിക്ക് പോവുകയാണ്. അതേപോലെ ഞാൻ വേറൊരു കൂട്ടുകാരത്തിക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അവളും ഏപ്രിൽ 1 ജർമ്മനിക്ക് പോയി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചവരുടെ എല്ലാവരും ഇപ്പോൾ ജർമ്മനിലാണ്. ഞാനും അവസാനമായിട്ട് ഈ ഏപ്രിൽ 13 അങ്ങനെ പോവുകയാണ്. ഇതെൻ്റെ കഴിവ് കൊണ്ടല്ല, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതും മാതാവ് എനിക്ക് തരണമെന്ന് എൻ്റെ പ്രാർത്ഥന കണ്ടിട്ട് എൻ്റെ മാതാവിന് തോന്നിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് മാതാവ് തന്നത് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പോഴും ഞാൻ അങ്ങനെ ഏപ്രിൽ 13 ജർമ്മനിക്ക് പോകണേണ്. മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയണേണ്. ഞാൻ അതേപോലെ പത്രം കൊടുക്കുകയും അതേപോലെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ സഹായിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഡെയിലി പള്ളി പോകും. എനിക്ക് പറ്റാവുന്ന അത്രയും ഞാൻ മിക്ക ദിവസം പറ്റിയാൽ പോകാറുണ്ട്. അതേപോലെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. കുർബാനയും കുമ്പസാരവും കൊന്തയും ഞാൻ മുടക്കാറില്ല. എല്ലാ ദിവസവും ഞാൻ കൊന്ത ചെല്ലുകയും അതേപോലെ തന്നെ പള്ളിയിലും എല്ലാ ദിവസവും പോവുകയും കുമ്പസാരവും 2 ആഴ്ച കൂടുമ്പോൾ ചെയ്യാറുമുണ്ട്. എല്ലാത്തിനും ഒരിക്കൽ കൂടി ഈശോയ്ക്കും അമ്മാതാവിനും ഞാൻ നന്ദി പറയുകയാണ്. അത്യുന്നതിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. സങ്കീർത്തനം 91:1 ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സ്ഥിരമായി താമസിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഉടമ്പടി മക്കൾ. അതൊരു വെറും വിശ്വാസമല്ല, മറിച്ച് ദൈവത്തോടുള്ള ഒരു ആത്മീയ ബന്ധമാണ്. ആ തണലിലും ആ സംരക്ഷണയിലും ജീവിക്കുവാൻ, സർവശക്തൻ്റെ ആ തണലിൽ വിളിക്കുവാനാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ജീവിതമാകുന്ന കടുത്ത ചൂടിൽ ബുദ്ധിമുട്ടുന്ന വിഷമിക്കുന്ന മനസ്സുമായിട്ടാവാം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നാം ഓരോരുത്തരും ഇരിക്കുന്നത്. പക്ഷെങ്കിൽ പരിശുദ്ധ അമ്മ നമ്മെ കൊണ്ടുപോകുന്നത്, കരം പിടിച്ച് കൊണ്ടുപോകുന്നത് സർവശക്തൻ്റെ ആ തണലിലേക്കാണ്. അവിടെ സങ്കേതവും നമ്മുടെ കോട്ടയും നാം ആശ്രയിക്കുന്ന ദൈവവും എന്ന് പറയുവാനായിട്ടാണ് പരിശുദ്ധ അമ്മ നമ്മെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത്. ദൈവത്തിൻ്റെ സംരക്ഷണവും സമാധാനവും എന്ന് നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തോട് അടുത്തുള്ള ഒരു സുരക്ഷിതമായ ഒരു യാത്രയാണ് ഉടമ്പടി ജീവിതയാത്ര. ജീവിതത്തിലെ ഭയങ്ങളും അനിശ്ചിതത്വങ്ങളും ദൈവത്തെങ്കിലേക്ക് സമർപ്പിച്ച് അവിടുത്തെ ആശ്രയിച്ച് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഓരോ സാക്ഷ്യങ്ങളാണ് നാം ഇവിടെ ഓരോ ദിവസവും കേൾക്കുന്നത്. ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് ജോമോൾ എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈ മകളുടെ പരീക്ഷയുടെ സമയം B2 B1 എക്സാം, ആ B2ൻ്റെ എക്സാമിന് 4 മൊഡ്യൂൾ എഴുതിയ കാര്യവും ഇൻ്റർവ്യൂവിൽ ഡിലേ ആയതും പിന്നീട് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് ഈശോയും അമ്മയും 25 ഡിസംബർ ഈ മകൾക്ക് നൽകിയ ആ ഗിഫ്റ്റും, പിന്നെ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും അമ്മ എന്നെ സഹായിക്കണമേ എന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ ഞെരുക്കങ്ങളുടെ മധ്യേ കരഞ്ഞ് നിലവിളിച്ചപ്പോൾ, അമ്മ മാത്രമേ എനിക്ക് സഹായിക്കാനുള്ളൂ എന്ന് പ്രാർത്ഥിച്ചപ്പോഴും, ഞാൻ എൻ്റെ സഹായം എവിടെ നിന്ന് വരും, ആരാണ് എന്നെ സഹായിക്കാൻ എന്ന് പ്രാർത്ഥിച്ചപ്പോഴും ഓരോ വഴികളും ഈശോയും അമ്മയും തുറന്നു കൊടുക്കുകയായിരുന്നു. നമ്മുടെ കണ്ണുനീർ കാണുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. സമയത്തിന് മേൽ അധികാരമുള്ള അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്ത് തന്നെ തടസ്സങ്ങളായാലും അമ്മ അതെല്ലാം ഏറ്റെടുത്ത് ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. കാനായിലെ കല്യാണത്തിന് വിവാഹ വിരുന്നിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ അമ്മ തന്നെയാണ് ഇന്ന് നമ്മളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും രോഗപ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും എല്ലാം ഈശോയുടെ അടുക്കിലേക്ക് ചെന്ന് പറയുകയാണ്, ഈ മകൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ഈ മകൾക്ക് പഠിക്കണം, ഈ മകൾക്ക് മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ അമ്മ ഈശോ സഹായിക്കണമെന്ന് അമ്മയാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. ആ അമ്മയുടെ പ്രാർത്ഥനയിലൂടെയാണ് ഈ മകൾക്ക് ഓരോ അനുഗ്രഹങ്ങളും ഈശോ അമ്മയെ കനിഞ്ഞു നൽകിയത്. അങ്ങനെയാണ് ഈ മകൾക്ക് വിസയും കിട്ടി. അവസാനം ഇന്ന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ടിക്കറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ജോമോൾ ഇന്ന് വന്നിരിക്കുന്നത്. ഈശോയുടെയും അമ്മയുടെയും വലിയൊരു അനുഗ്രഹമാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ യോഗ്യത കൊണ്ടല്ല, പക്ഷേ ഈശോയുടെയും അമ്മയുടെയും കൃപ കൊണ്ടാണ് ഞാനിന്ന് ജർമ്മനിക്ക് പോകാനുള്ള ഒരു ടിക്കറ്റുമായിട്ട് പരിശുദ്ധമ്മയുടെ സാന്നിധ്യത്തിൽ വന്നിരിക്കുന്നത് എന്നാണ്. നമ്മുടെ ജീവിതത്തിലും
വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ കൂടുതൽ ആത്മാർത്ഥതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. സർവ്വശക്തൻ്റെ തണലിൽ നമുക്കും അഭയം പ്രാപിക്കാം. നമ്മുടെ ജീവിതത്തിലും ഈശോയും അമ്മയും തക്ക സമയം ഇടപെടും. ആ ഇടപെടലിന് വേണ്ടിയിട്ട് ക്ഷമയോടെ വിശ്വാസത്തോടെ നമ്മൾക്കും കാത്തിരിക്കാം. ജോമോളിനും കുടുംബത്തിനും ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആവേ മരിയ.